സർക്കിൾ ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ആൻസർ മാത്രം ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾക്കറിയാം കറക്റ്റ് ആൻസറിന് 4 മാർക്കും റോങ് ആൻസറിന് 1 മാർക്ക് മൈനസും ആണ്. അപ്പൊ 4 മാർക്ക് പ്ലസ് 1 മാർക്ക് മൈനസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം കറക്റ്റ് ആൻസേഴ്സ് കൊണ്ടുവരാ, നമ്മുടെ റോങ് ആൻസേഴ്സ് മിനിമൈസ് ചെയ്യാം. ഇതാണ് എൻട്രൻസിന് ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ പ്ലസ് 2 എക്സാം എഴുതുമ്പോൾ വിചാരിക്കും ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്, ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ചെറിയ ക്ലാസ് തൊട്ടിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പാടില്ല. പക്ഷെ ഇവിടെ അതല്ല, നമ്മള് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പുള്ളത് മാത്രമേ ആൻസർ ചെയ്യാവൂ. അതിന് കിട്ടുന്ന സ്കോറിങ് നല്ല സ്കോറിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗസ് വർക്ക് ചെയ്ത് ചെയ്തതിനൊക്കെ കറക്റ്റ് ആയതിനൊക്കെ കുറെ ആൻസേഴ്സ് പോയി അവസാനം നെഗറ്റീവ്സ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മള് നിങ്ങൾക്കറിയാം മെട്രിക്സ് ഡിറ്റർമിനൻസ് ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. NCERT ബേസ്ഡ് ആണ് നമുക്ക് കീമിന് വരിക. ജെയ്ക്കാണ് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ജെയ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കീം വളരെ 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 ഈസി ആയിരിക്കും. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും അതിൽ വരുന്ന ഫോർമുലാസ് നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക് പേജിൽ എഴുതുക, എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അത്രേ നിങ്ങൾ ചെയ്യാനുള്ളൂ. അത്യാവശ്യം ഒരു സ്പീഡും വേണം, പിന്നെ ഫോർമുലാസ് നല്ലവണ്ണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും വേണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്സിന്റെ കാര്യത്തില് ഒരു പ്രോബ്ലവും ഇല്ല. അതുപോലെ തന്നെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട് സിസ്റ്റം ഉണ്ടാക്കുക. ഫോർമുലാസ് ബുക്കിന്റെ ബാക്ക് പേജിൽ എഴുതുക, റൊട്ടീൻ ആയിട്ട് എൻട്രൻസിന്റെ എക്സാം കഴിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? പാലക്കാട് നല്ല മഴയൊക്കെ ഉണ്ടോ? മഴ തുടങ്ങിയോ? ഇവിടെ ഇങ്ങനെ ഭയങ്കര മഴ വെയില്. അപ്പൊ എന്തായാലും പാലക്കാടിലേക്ക് വരാനുള്ള ഒരു അവസരമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം ട്രെയിനൊക്കെ ഓടി തുടങ്ങി. എന്നാലും നിങ്ങളുടെ കൊറോണക്കാര് അവിടെ കൂടി വരണ കാരണം ഭയങ്കര ടെൻഷൻ ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് വേഗം ഭേദമായിട്ട് എന്തായാലും നിങ്ങൾക്ക് 1, 2, 3 ക്ലാസ് നിങ്ങളെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ചാപ്റ്റർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇഷ്ടംപോലെ നമുക്ക് സമയമുണ്ട്. എങ്ങനെയും ട്രാവൽ ചെയ്ത് ടയേർഡ് ആവേണ്ട ആവശ്യമില്ല. നല്ല ഫുഡും കഴിച്ച് നമുക്ക് വീട്ടിൽ നല്ല റെസ്റ്റ് എടുത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആകെയുള്ള പരിപാടി ഇത് ഡേറ്റ് ഡിക്ലെയർ ചെയ്യണത് വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പൊ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അതിന്റെ കൂടെ പഠിച്ചു പോവുക. നല്ല മാർക്കോടുകൂടി ഏറ്റവും നല്ല കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. മനസ്സിലായില്ലേ? കണ്ടോ, ലൈഫ് സ്റ്റൈൽ തന്നെ മാറി വരികയാണ്. അപ്പൊ നമ്മള് കഴിയുന്നതും വേഗം നമുക്ക് എവിടെയെങ്കിലും ഒരു ജോബൊക്കെ ആയിട്ട് നമ്മൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഈ വലിയ ടെൻഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് നല്ല എന്താ പറയാ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ചെയ്യാം കേട്ടോ. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മള് എല്ലാ ചാപ്റ്ററും അടിച്ചു പൊളിച്ച് നല്ല കുട്ടികളായിട്ട് നല്ലോണം പഠിച്ച് മിടുക്കി കുട്ടികളായിട്ട് എക്സാം എഴുതാൻ പോവുക കേട്ടോ. അപ്പൊ ബോർഡ് എക്സാം അല്ല, നിങ്ങളുടെ മറ്റേ എക്സാം ഒക്കെ കഴിഞ്ഞു, അതിന്റെ റിലീഫാണ് അല്ലേ? അപ്പൊ അത് വലിയ പ്രശ്നമില്ലാതെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കാരണം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് മറ്റേ വാല്യുവേഷനും ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കില്ല. വേഗം എങ്ങനെയെങ്കിലും ചെയ്ത് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നോക്കുകയുള്ളൂ. അപ്പൊ അതിൻ്റെതായ ടെൻഷൻസ് ഒന്നും വേണ്ട, നമുക്ക് നല്ല മാർക്ക് തന്നെ ഉണ്ടാകും. അപ്പൊ നമ്മള് തുടങ്ങാണ്. നിങ്ങൾക്ക് സാർ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ റെഡിയാക്കി കയ്യിൽ വെക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, അതിന്റെ ആൻസേഴ്സ് പതുക്കെ ചെയ്ത് പോകും കേട്ടോ. ബോർഡ് കാണാതിരിക്കെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് പറയണം. അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റാം. കുറെ കഴിഞ്ഞിട്ട് പറയരുത്, അപ്പോഴേക്കും മായ്ച്ചിട്ടുണ്ടാകും. അപ്പൊ ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാനേ. അപ്പൊ എഴുതിക്കൊള്ളൂ, ചാപ്റ്റർ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ചാപ്റ്റർ ഏതു? മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. Matrices and determinants. Yes. First question on the വായിക്കും.
if A is equal to matrix x plus y, y, 3x, 2x minus y. B is equal to matrix 2, 1. C is equal to matrix 1. Hello? മതിയോ? അങ്ങനെ മതിയോ? ശരി, പതുക്കെ എടുത്താൽ മതിയല്ലോ. അപ്പൊ ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങള് ഒന്നുകൂടെ പറയാം. മെട്രിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിനെ റെക്ടാങ്കുലർ വേയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മെട്രിക്സ്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? 4 2 3 5 7. ഇതില് നമ്മൾ പല തരത്തിലുള്ള മെട്രിക്സസ് പഠിച്ചിട്ടുണ്ട്. ഇതൊരു റെക്ടാങ്കുലർ ആണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റോയും കോളവും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ സ്ക്വയർ ആകും. ഇതിനെയാണ് നമ്മൾ റോസ് വിളിക്കുക. ഇത് നമ്മുടെ കോളംസ് ആണ്. അപ്പൊ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. സോ അതിന്റെ ഓർഡർ m/n ആണ്. ജനറൽ ഓർഡർ എന്ന് പറഞ്ഞാൽ m/n ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം എഴുതുന്ന നമ്പർ ഓഫ് റോസ്, രണ്ടാമത് എഴുതുന്നത് നമ്പർ ഓഫ് കോളംസ്. പിന്നെ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത് പല തരത്തിലുള്ള മെട്രിക്സസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? ഒരു റോ മാത്രം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് റോ മെട്രിക്സ് ആണ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ വിളിക്കുന്നത് റോ മെട്രിക്സ്. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ വിളിക്കുന്നത് കോളം മെട്രിക്സ്. ഓർമ്മയുണ്ടല്ലോ? അടുത്തത് ഡയഗണൽ മെട്രിക്സ്. ഇതിനെയാണ് നമ്മൾ മെയിൻ ഡയഗണൽ എന്ന് പറയുക. ദിസ് ഇസ് ദ മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണൽ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതും ഡയഗണൽ അല്ലേ എന്ന് ചോദിക്കും. രണ്ട് ഡയഗണൽസ് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇതില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഈ ഡയഗണൽ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ മെട്രിക്സ് പറയുന്നത്, മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ഇതെന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ 3/3 ആണെങ്കിൽ നമുക്കറിയാം A11, A22, A33. ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ ഇനി മെയിൻ ഡയഗണൽ എലമെന്റ്സില് ഇതെല്ലാം ഒരേ നമ്പർ വരികയാണെങ്കിൽ, ഒരേ ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ 2 4 അല്ല 0 0. ഇതില് നമ്മൾ മെയിൻ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോയോ ബാക്കി എല്ലാം സീറോസും വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. ഒന്ന് നോട്ട് ചെയ്തോളൂ. മെയിൻ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ, മെയിൻ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ, and all other elements zeros. ജോയൽ എന്താണ് പ്രോബ്ലം? കേൾക്കണില്ലേ? ജോയൽ 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 മോൻ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കയറും കേട്ടോ, അപ്പൊ കേൾക്കാൻ പറ്റും. ജോയൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കയറും മോനെ. കുട്ടിയുടെ ഓഡിയോ ഓൺ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. ജോയൽ ഇപ്പൊ കേൾക്കണ്ട മോന്? യെസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് മെയിൻ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോയും ബാക്കി എലമെന്റ്സ് സീറോസും ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. നെക്സ്റ്റ് പറയുന്നത് ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ടു ദ സെയിം സ്കെയിലാർ, അതിന് പറയുന്നതാണ് സ്കെയിലാർ മെട്രിക്സ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. if all the diagonal elements are equal to the same scalar, it is called a scalar matrix.
നിങ്ങൾ പഠിക്കാത്തൊരു പോയിന്റ് ഉണ്ട്, ഇത് ശ്രദ്ധിച്ചോളൂ. ഇതൊരു മെട്രിക്സ് ആണ് അല്ലേ? ഇതില് നമ്മള് ഇത് കണ്ടോ, 2 4 0. ഇനി ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. ഇവിടെ മാത്രം നോൺ സീറോ എലമെന്റ്സ് 5 -2 4. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന് ഡയഗണൽ എലമെന്റ്സ് എല്ലാം അൺഈക്വൽ ആണ്. പിന്നെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ ഉള്ള എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്, മുകളിലെല്ലാം നോൺ സീറോ ആണ്. അപ്പൊ അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ്. അപ്പർ ട്രയാങ്കുലർ, അപ്പർ ട്രയാങ്കുലർ, അപ്പറിൽ മാത്രം നോൺ സീറോ എലമെന്റ്സ്. അപ്പൊ ലോവർ ട്രയാങ്കിൾ എന്തായിരിക്കും വെച്ചാല് മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ളത് മാത്രം നോൺ സീറോ, അതിന്റെ മുകളിലുള്ളതെല്ലാം സീറോസ് ആണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇഫ് ഇൻ എ ഡയഗണൽ മെട്രിക്സ് എഴുതിക്കോളൂ. ഇഫ് ഇൻ എ ഡയഗണൽ മെട്രിക്സ് all the elements below the diagonal elements are zeros, then it is called an upper triangular matrix. An upper triangular matrix. Upper triangular matrix. ആ എക്സാമ്പിൾ എഴുതിയിട്ടു കേട്ടോ. ചെയ്തോളൂ, എക്സാമ്പിൾ എഴുതിയിടൂ. എക്സാമ്പിൾ 2 5 - 2 0 4 4 0 0 0 0 0 0. ഇത് എന്താണ് നമ്മൾ പറഞ്ഞത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. നെക്സ്റ്റ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അടുത്ത ഹെഡിങ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. നോട്ട് ചെയ്യൂ. If in a square matrix, if in a square matrix all the elements above the diagonal elements above the diagonal elements are zeros, then it is called a lower triangular matrix. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിന്റ് ആണ്, അപ്പൊ ഒന്ന് സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെക്കൂ കേട്ടോ. ഈ അപ്പർ ട്രയാങ്കിളും ലോവർ ട്രയാങ്കിളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. സോ പുട്ട് എ സ്റ്റാർ ആൻഡ് മാർക്ക് ഇറ്റ്. രണ്ടും സ്റ്റാർ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് അവിടെ വെക്കുക.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമ്മൾ പഠിക്കാത്ത പോയിന്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഇങ്ങനെ ഇൻഡു മാർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാർക്കോ സൈഡിൽ കൊടുത്തിട്ട് എഴുതി വെക്കൂ കേട്ടോ. അപ്പൊ ഈ 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോ അത് രണ്ടും നമുക്ക് എൻട്രൻസിന് ചോദിക്കാവുന്ന ടൈപ്പിലുള്ള പോയിന്റ്സ് ആണ്. സോ ഇത്രയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ വെച്ചാല് ട്രേസ് ഓഫ് എ മെട്രിക്സ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല. TRACE ട്രേസ് ഓഫ് എ മെട്രിക്സ് എഴുതിക്കോളൂ. ട്രേസ് ഓഫ് എ മെട്രിക്സ്. ട്രേസ് ഓഫ് എ മെട്രിക്സ്. ഇത് കണ്ടോ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. 4 5 6 7 9 2 3 5 4 അല്ലേ? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചാല് ഈ 3 എണ്ണമാണ് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇതാണ് മെയിൻ ഡയഗണൽ, ഇതാണ് നമ്മൾ എടുക്കുള്ളൂ. മറ്റേത് ഡയഗണൽ ആണെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. സോ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള എലമെന്റ്സ് ആണ്. A11 A22 A33 ഇതാണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ആ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് പറയുക. അപ്പൊ ഇത് മൂന്നൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ട്രേസ് എന്ന് വിളിക്കുക. അപ്പോ ട്രേസ് പറഞ്ഞാല് എത്ര വരും? 4 + 9 + 4. അതാണ് ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെന്റ്സ്. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ട്രേസ് എന്ന് വിളിക്കുക. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ റൈറ്റ് ഇറ്റ്, എഴുതിക്കോളൂ. The sum of the main diagonal elements. Main diagonal elements is called the trace of the matrix. Trace of the matrix. Test book ഇല്ല. So put a star ഇട്ടിട്ട് എഴുതി വെക്കും. Put a star. That is that is in a 3x3 matrix. In a 3x3 matrix, the trace is notation ഉപയോഗിച്ച് ചെയ്തു. A11 plus A22 plus A33. In a 3x3 matrix, the trace is A11 plus A22 plus A33. Example. ഈ എക്സാമ്പിൾ ഒന്ന് എഴുതിയിട്ടു കേട്ടോ. The trace of the matrix. The trace of the matrix ജോയലിലേക്ക് എഴുത്ത് തുടങ്ങിയ മോനെ. ജോയൽ, are you okay? ജോയൽ ഇപ്പൊ കേൾക്കാവോ? ജോയൽ, ഹലോ, ക്ലിയർ ആണോ? അതെ. ക്ലിയർ ആയോ? In the matrix ഇത് 4 5 6 7 9 2 3 5 4. The trace is add ചെയ്തിട്ട് 4 + 9 + 4.
4 plus 9 plus 4. ഒന്ന് ആഡ് ചെയ്യൂ എല്ലാം കൂടി. 4 plus 9 13. 13 plus 4 17. 17. ആ ഒരു സിംഗിൾ വാല്യൂവിനെയാണ് നമ്മൾ ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് വിളിക്കുക. ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് മെട്രിക്സിൽ ഒന്ന് ഓർത്ത് നോക്കൂ. ടൈപ്സ് ഓഫ് മെട്രിക്സസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്കെയിലാർ മെട്രിക്സ് പറഞ്ഞു. റോ മെട്രിക്സ് പറഞ്ഞാൽ ഒരു റോയും എനി നമ്പർ ഓഫ് കോളംസും അത് പറഞ്ഞു. കോളം മെട്രിക്സ് പറഞ്ഞു, ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും. പിന്നെ ഡയഗണൽ മെട്രിക്സ് എന്താന്ന് പറഞ്ഞു. സ്കെയിലാർ മെട്രിക്സ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്കുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്താ വെച്ചാല് ഡയഗണൽ എലമെന്റ്സ് എല്ലാം, മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 വരുന്നതിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് വിളിക്കുക. മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 വരുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അറിയാലോ അല്ലെ? അപ്പൊ I2, I3, I2 എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സ് ആണ്. സോ I2 ജനറൽ ഫോം 1 0 0 1. അറിയാലോ അല്ലെ? I3 ആണെങ്കിൽ ഇത് 1 0 0 0 1 0 0 0 1. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി സീറോ മെട്രിക്സ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് എന്ത്? നൾ മെട്രിക്സ് ഉള്ളത്. സീറോ മെട്രിക്സോ നൾ മെട്രിക്സോ ആണെങ്കിൽ അതിന്റെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യ മെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ടൈപ്സ് ഓഫ് മെട്രിക്സസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പോകുന്നത് നമ്മള് നമ്പേഴ്സ് പോലെ തന്നെ മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ പറ്റും. പക്ഷെ മെട്രിക്സിന്റെ ഡിവിഷൻ ഇല്ല. അതാണ് നമ്മൾ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം, മെട്രിക്സുകൾ തമ്മിൽ മൈനസ് ചെയ്യാം, മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാം എല്ലാത്തിനോടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാം എല്ലാത്തിന്റെയും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. അതിന് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഓർമ്മയുണ്ടത് ഏകദേശം നമുക്കറിയാം അല്ലെ? അപ്പോ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലും മൈനസ് ചെയ്യണമെങ്കിലും അതിനുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ രണ്ടിന്റെയും ഓർഡർ ഒരുപോലെ ഉണ്ടാകണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. മെട്രിക്സിന്റെ ഓർഡർ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ അത് തമ്മിൽ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ആയിട്ട് സാധിക്കുള്ളൂ. ഹായ് ഷിഫ്, ഹലോ. ശരി, വീഡിയോ ഓഫ് ചെയ്തില്ലെങ്കിൽ മോന്റെ ക്ലാരിറ്റി കുറഞ്ഞു വരും കേട്ടാ. യെസ്. അപ്പൊ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അഡീഷൻ വരുമ്പോ ഫസ്റ്റിന്റെ കൂടെ ഇപ്പുറത്തെ ഫസ്റ്റ് ആഡ് ചെയ്യും, സെക്കൻഡിന്റെ കൂടെ സെക്കൻഡ് ആഡ് ചെയ്യും, സെക്കൻഡ് റോയിലെ ഫസ്റ്റിന്റെ കൂടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ആഡ് ചെയ്യും. അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അഡീഷൻ ഓഫ് ദി മെട്രിക്സ് പറയും. മൈനസ് ആണെങ്കിലും സെയിം തന്നെ. ഫസ്റ്റിൽ നിന്നും ഫസ്റ്റ് മൈനസ് ചെയ്യും, സെക്കൻഡിൽ നിന്നും സെക്കൻഡ് മൈനസ് ചെയ്യും, സെക്കൻഡ് റോയിലെ ഫസ്റ്റിൽ നിന്നും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് മൈനസ് ചെയ്യും. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്ത് പോണം. ഇതാണ് മെട്രിക്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എഗെയിൻ ഞാൻ പറയാണ്, രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് രണ്ടിനും ഒരേ ഓർഡർ ആയിരിക്കണം. മൈനസ് ചെയ്യണമെങ്കിലും ഒരേ ഓർഡർ ആയിരിക്കണം. ഇനി മെട്രിക്സ് അഡീഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ ഓർമ്മയുണ്ടോ? ഇപ്പൊ പഠിച്ച നമ്മളിപ്പോ എക്സാം എഴുതിയതേ ഉള്ളൂ കേട്ടാ. കമ്മ്യൂട്ടേറ്റീവ്. എന്താ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാല്? a plus b is equal to b plus a. അതാണ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോ നമ്മള് നമ്പേഴ്സിൽ പറയില്ലേ, രണ്ടിന്റെ കൂടെ 3 ആഡ് ചെയ്താലും 3ന്റെ കൂടെ 2 ആഡ് ചെയ്താലും സെയിം ആണ്, ഈക്വൽ ആണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അത് തന്നെ മെട്രിക്സിന് കറക്റ്റ് ആണ്. രണ്ടാമത് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാല് ഓർമ്മയുണ്ടല്ലോ അല്ലെ? a plus b plus c is equal to a plus b plus c. ഞാൻ ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് ബ്രീഫ് ചെയ്യണം കേട്ടോ. a plus b plus c is equal to a plus b plus c. ഇതാണ് അസോസിയേറ്റീവ്. അത്
കറക്റ്റ് ആണ്. രണ്ട് മെട്രിക്സിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കറക്റ്റ് ആണ്. അതായത് ഇവിടെ ബ്രാക്കറ്റ് അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, രണ്ടുപേര് തമ്മിൽ കൂടിച്ചേരുക, അതാണ് അസോസിയേഷൻ. കുറെ പേര് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ അസോസിയേഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ ഫ്ലാറ്റിലേക്ക് ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയും ഒരു അസോസിയേഷൻ ഉണ്ടാവും. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്ത് വരുമ്പോഴതാണ് അസോസിയേഷൻ. അപ്പൊ ഇവിടെ രണ്ട് മെട്രിക്സ് അസോസിയേറ്റ് ചെയ്തു, അത് തന്നെയാണ് ഇവിടെ രണ്ടുപേര് അസോസിയേറ്റ് ചെയ്തു, അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ മെട്രിക്സിന് കമ്മ്യൂട്ടേറ്റീവ് കറക്റ്റ് ആണ്, അസോസിയേറ്റീവ് കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഏതൊരു മെട്രിക്സ് എടുത്താലും അതിന്റെ സെയിം ഓർഡറിൽ ഒരു നൾ മെട്രിക്സ് ഉണ്ടാകും, such that a plus 0 is equal to a ക്ക് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പറയുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി 0 എന്ന് പറയുന്നത് അഡീഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. 0 is the identity element for addition. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രോപ്പർട്ടി കൂടി അതിനുണ്ടായിരുന്നു. എന്തായിരുന്നു? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് എ ഉണ്ടാകും, such that രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി 0 ആണ്. a plus minus a is equal to 0. ഇതാണ് 4 പ്രോപ്പർട്ടീസ്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, പ്രോപ്പർട്ടി നമ്പർ 1 it is commutative. സെക്കൻഡ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇതൊന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് commutative, സെക്കൻഡ് associative, തേർഡ് existence of additive identity, ലാസ്റ്റ് existence of എന്താ ഇതിനെ പറയാ, ഒരു നെഗറ്റീവ്, അതിനെന്താ പറയാ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് എ, ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. രണ്ടിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചാൽ -2 ആണ്. മൂന്നിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചാൽ -3 ആണ്. അതുപോലെ ഒരു മെട്രിക്സ് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാന്ന് ചോദിച്ചാൽ അത് -a ആണ്. ഇത്രയേ ഉള്ളൂ ആദ്യം മെട്രിക്സ് അഡീഷന്റെ കാര്യം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സബ്ട്രാക്ഷനും ഇതൊക്കെ പോലെ തന്നെ കേട്ടോ, അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതിന് പ്രോപ്പർട്ടി ഇല്ല നമുക്ക്, അത് അല്ല അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പ്രോപ്പർട്ടി ഇല്ല എന്നല്ല, എല്ലാത്തിനും പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ശരി, നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരേ ഓർഡർ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കൺഫോമബിലിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺഫോമബിലിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ അത് എന്തായിരുന്നു വെച്ചാല്, ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഒരുപോലെ വന്നാൽ മാത്രമേ രണ്ട് മെട്രിക്സ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താ കണ്ടീഷൻ? ആദ്യത്തതിന്റെ നമ്പർ ഓഫ് എന്താ സാധനം, ഇത് കോളം ആണ്. നമ്പർ ഓഫ് കോളംസ് ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡിന്റെ നമ്പർ ഓഫ് റോസ്. അതൊരു സ്റ്റാർ ഇട്ടിട്ട് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതിക്കോളൂ. കൺഫോമബിലിറ്റി, കൺഫോമബിലിറ്റി, CONFIR, കൺഫേം. MBILITY, conformability. For multiplication, conformability for multiplication. Number of columns, number of columns in the first matrix is equal to number of columns in the first matrix is equal to the number of rows in the second. The number of rows in the second.
the number of rows in the second. അനഖ മോളെ അത് കുട്ടി വീഡിയോ ഓഫ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മോൾക്ക് ക്ലാരിറ്റി കുറഞ്ഞു വരും കേട്ടോ. അതുപോലെ ഇത് ഇവിടെ ഒരാള് വിവോ 1820 മോളും വീഡിയോ നിങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേവ് ലെങ്ത് കുറഞ്ഞു വരും, നെറ്റിന് പ്രോബ്ലം വരും. അപ്പൊ വീഡിയോ പതുക്കെ ഓഫ് ചെയ്തോളൂ കേട്ടോ. അനഖ PA മോളും വിവോ 1820 മോളുടെ പേര് ഇതിൽ കാണുന്നില്ല. നിങ്ങള് കുറച്ച് ഓഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് കാണുന്നുണ്ട്, അത് വേണ്ട. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. യെസ് അനഖ മോളോ വിവോ 1820 കാണുമ്പോ സന്തോഷമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ പ്രോബ്ലം വന്നു തുടങ്ങും കേട്ടോ. മോള് വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേടാ. വിവോ 1820 മോളുടെ പേരൊക്കെ അറിയില്ല. യെസ് കുട്ടി എനിക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ട്, അത് തൽക്കാലം ബ്ലോക്ക് ചെയ്തോളൂ, നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. അല്ലെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേവ് ലെങ്ത്തിന്റെ പ്രോബ്ലം വരും. ആ സ്നേഹ മറിയ മോളു വീഡിയോ ഓഫ് ചെയ്യൂ. യെസ് ഓക്കെ. അപ്പൊ ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇറ്റ് ഈസ് ആന്റി കമ്മ്യൂട്ടേറ്റീവ്. നമ്മളിപ്പോ നമ്പേഴ്സിൽ പറയും 2 into 3 3 into 2 ഈക്വൽ ആണ്, 2 into 3 ഉം 6 ആണ്, 3 into 2 ഉം 6 ആണ്. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ AB നീഡ് നോട്ട് ബി ഈക്വൽ ടു BA ആണ്. AB യും BA യും ഈക്വൽ ആകണമെന്ന് നിർബന്ധം ഇല്ല. സോ ഓർഡർ അതിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് സ്റ്റാർ ഇട്ടിട്ട് എഴുതിക്കോളൂ. AB is not always equal to BA. Rare ആയിട്ട് ഈക്വൽ ആകാറുണ്ട്. Unless and until they are equal, രണ്ടും സെയിം മാട്രിക്സ് ആണെങ്കിൽ അത് ഈക്വൽ ആണ്. AB is not always equal to BA. AB is not always equal to BA. Next is associative. അത് കറക്റ്റ് ആണ്. അസോസിയേറ്റീവ് പോയിന്റ്സ് എഴുതിക്കോളൂ കേട്ടോ. അസോസിയേറ്റീവ് AB into C is equal to A into BC. ഡെഫിനിഷൻസ് ഒന്നും വേണ്ട, ബാക്കി മാത്രം നിങ്ങൾ എഴുതിപ്പോയാൽ മതി. ഇത് ഇത്ര എഴുതിയാൽ മതി കേട്ടോ. AB into C is equal to A into BC. A into BC. Third, distributive property. Distributive property. എഴുതിക്കോളൂ. A into B plus C is equal to AB plus AC. രണ്ടെണ്ണം ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ്. A into B plus C is equal to AB plus AC, or A plus B into C is equal to AC plus BC. AC plus BC. ഇത് രണ്ടുമാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. പോയിന്റ്സ് മാത്രം നമ്മൾ പറഞ്ഞു പോവാണ്. നൗ ദ നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. നെക്സ്റ്റ് പോയിന്റ് തുറന്നു. ശരി, അടുത്ത പോയിന്റ്. ഫോർ എവറി മെട്രിക്സ് എ, for every matrix A, there exists an identity matrix of
same order, such that A into I is equal to A. A into I is equal to A. ഇത്രയുമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല അല്ലെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഇക്വാളിറ്റി. നമുക്ക് വേണ്ട കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാല് രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ രണ്ടിന്റെയും ഓർഡർ ഷുഡ് ബി സെയിം ആയിരിക്കണം. പിന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വലും ആകണം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. എ ആൻഡ് ബി ഈക്വൽ, ഈക്വൽ മെട്രിക്സ് ഹെഡിങ് കൊടുക്കുക. എഴുതിക്കോളൂ. എ ആൻഡ് ബി ഈക്വൽ if and only if first one same order, first point same order, second point corresponding elements equal, corresponding elements equal, corresponding elements equal. Next point, adjoint A. Sorry, A inverse is equal to adjoint A by determinant A. Adjoint A by determinant A. Their adjoint A is the transpose of the cofactor matrix. Their adjoint A is transpose of the cofactor matrix. Adjoint A is the transpose of the cofactor matrix. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെട്രിക്സിൽ മെയിൻ ആയിട്ടുള്ള പഠിച്ചത്. എന്തെങ്കിലും പോയിന്റ്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ കോഫാക്ടർ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക്, മൈനേഴ്സിന്റെ സൈൻഡ് മൈനർ ആണ് കോഫാക്ടേഴ്സ്. മൈനർ എന്താണെന്ന് നമുക്കറിയാം, ആ പോയിന്റ് കണ്ടെയ്ൻ അല്ല ഒരു എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോ കോളം ഡിലീറ്റ് ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് അതിന്റെ മൈനർ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനിപ്പോ എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വരും. ഇനി അടുത്തത് നമ്മൾ ഡിറ്റർമിനന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡിറ്റർമിനന്റ്? നമ്മളൊരു മെട്രിക്സിനെ ഒരു സിംഗിൾ എലമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന സിംഗിൾ വാല്യൂവിനെയാണ് നമ്മൾ എന്താന്ന് പറയാ, ഡിറ്റർമിനന്റ് എന്ന് പറയാ അല്ലെ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ചെയ്യാം. 2/2ന്റെ കേസിൽ അങ്ങനെയായിരുന്നു. 3/3 ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു റോയോ കോളമോ എടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ മെട്രിക്സ് ഡിറ്റർമിനന്റ് വാല്യൂ. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ അല്ലേ? അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു അല്ലെ. ഡിറ്റർമിനന്റ് A is equal to ഡിറ്റർമിനന്റ് A ട്രാൻസ്പോസ്, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഒരു റോയില് ഫുൾ എലമെന്റ്സ് 0 ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിറ്റർമിനന്റ് വിൽ ബി 0. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് റോയോ കോളമോ ഒരുപോലെ ഉണ്ടെങ്കിൽ അതും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആണ്. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡിറ്റർമിനന്റിലെ ഒരു റോയിലെ എലമെന്റ്സ് രണ്ടിൽ കൂടുതൽ എലമെന്റ്സിന്റെ സം ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്രയും ഡിറ്റർമിനന്റിന്റെ സം ആക്കി മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ഡിറ്റർമിനന്റ്സിൽ പഠിച്ചത്. പിന്നെ ലാസ്റ്റ് എക്സസൈസിൽ നമ്മൾ എന്താ എക്സും വൈയും ഇസഡും കാണാനുള്ള ഫോർമുല പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എക്സ് കാണാനുള്ള ഫോർമുല എ ഇൻവേഴ്സ് ബി. എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ്, എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്, ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. ഇത് പൊതുവെ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്.
പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻസിലെ കുറച്ച് ട്രിക്കൊക്കെ കയറി വരുന്നുണ്ട് ട്രിഗ്നോമെട്രി. അപ്പൊ അതുകൂടെ ഒന്ന് ഞാൻ ഫോർമുലാസ് വരുമ്പോ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതിക്കൊള്ളൂ കേട്ടോ. സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഒന്ന് നോട്ട് ചെയ്യൂ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ക്വസ്റ്റ്യൻസിൽ വരുമ്പോഴുള്ള പോയിന്റ് ആണ്. ഞാൻ അപ്പൊ പറയും, ഇതൊരു ഒറ്റ പോയിന്റ് ആയിട്ട് കിടന്നാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് റിവൈസ് ചെയ്യാൻ. എഴുതിക്കൊള്ളൂ. ഫസ്റ്റ് ഫോർമുല ട്രിഗ്നോമെട്രിയിലെ സൈൻ സ്ക്വയർ തീറ്റ plus cos square theta is equal to 1. Okay ആണല്ലോ അല്ലേ? രണ്ടാമത് 1 plus tan square theta is equal to sec square theta. 1 plus tan square theta is equal to sec square theta. എഴുതൂട്ടാ, എഴുതണേ. 1 plus tan square theta is equal to sec square theta. Next point, 1 plus cot square theta is equal to cosec square theta. 1 plus cot square theta is equal to cosec square theta. ഇതും അത്യാവശ്യം അവിടെ വരുന്നുണ്ട്. അടുത്ത പോയിന്റ്, Oppo 1201's നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് ഈസ് ലോ. അത് മോളുടെ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചുകൂടെ ബാൻഡ്വിഡ്ത്ത് കിട്ടും. മോളിപ്പോ സ്ക്രീനിലുണ്ട്. മോളത് വീഡിയോ ഓഫ് ചെയ്താൽ കുട്ടിക്ക് കുറച്ചുകൂടെ ബാൻഡ്വിഡ്ത്ത് കിട്ടും. Oppo 1201 ആരാന്ന് എനിക്കറിയില്ല പേര്. മോളത് വീഡിയോ ഓഫ് ചെയ്യൂ കേട്ടോ. വീഡിയോ ഓഫ് ചെയ്താൽ കുട്ടിക്ക് കുറച്ചുകൂടെ ബാൻഡ്വിഡ്ത്ത് കിട്ടും, വിസിബിൾ ആവും. ഒന്ന് ഓഫ് ചെയ്തോളൂ. യെസ്, ഓക്കെ, ശരി. ഇപ്പോഴും മോളെ വീഡിയോയിൽ കാണാം. ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ചെയ്താലേ കുട്ടിക്ക് ബാൻഡ്വിഡ്ത്ത് കിട്ടുള്ളൂ. ഓഫ് ചെയ്യൂ കേട്ടോ. ഹായ് ശ്രേയ. യെസ് മോളു, മോളിപ്പോഴും സ്ക്രീനിലുണ്ട്. ഓഫ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് ഇത് പോവും, വീഡിയോ കാണാൻ പറ്റാതെയോ. ഓഫ് ചെയ്യൂ, മോളുടെ വീഡിയോ ഓഫ് ചെയ്യൂ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോളൂ. പതുക്കെ പതുക്കെ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നല്ലവണ്ണം വായിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എന്തൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കാം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്, എ ബി സിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 169 എ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 169 എ സ്ക്വയറിന്റെ വാല്യൂ കാണും. സോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. എ ബി സിക്വൽ ടു സിയില് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യും. ഒന്ന് ചെയ്യൂ. എയുടെ വാല്യൂ x plus y, y 3x 2x minus y. So that into b യുടെ വാല്യൂ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്തു കേട്ടോ. 2 1 equal to c യുടെ വാല്യൂ 1 minus 1. ആദ്യം നമ്മൾ എ എന്താന്ന് കണ്ടുപിടിക്കുക. എ കാണണമെങ്കിൽ എക്സും വൈയും കിട്ടണം. അതിന് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. സോ ഫസ്റ്റ് മൾട്ടിപ്ലൈ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതൊരു കോളേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാണും. മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൈ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 2 കൊണ്ട് ഇതിനെയും y കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇത് നമ്മൾ ചെയ്യുന്നത്
സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇതിന്റെ ഓർഡർ എന്താണെന്ന് അറിയാലോ അല്ലെ? 2/2 2/1. അപ്പൊ ഇത് എലിമിനേറ്റ് ചെയ്താൽ രണ്ട് റോയും ഒറ്റ കോളമേ ഉണ്ടാവൂ. രണ്ട് റോ ഒരു കോളം, രണ്ട് റോ ഒരു കോളം. അപ്പൊ നെക്സ്റ്റ് ചെയ്താൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 6x പ്ലസ് 1 into 2x minus y അത് തന്നെ വരും. 2x minus y is equal to ഇവിടെ 1 minus 1 1 minus 1. ഇനി ഇക്വേറ്റ് ചെയ്യൂ, എക്സും വൈയും കാണും. ഇക്വേറ്റ് ചെയ്തിട്ട് എക്സും വൈയും കാണും. ഇത് ഓപ്പൺ ചെയ്താൽ 2x പ്ലസ് 2y പ്ലസ് y 3y ആകും. ഈക്വൽ ടു ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ചെയ്താൽ 8x മൈനസ് y ഈക്വൽ ടു -1. രണ്ടോടെ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കും. സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കാണാം, അത് എയിലിട്ട് കൊടുക്കുക, എന്നിട്ട് എ സ്ക്വയർ കാണാം, എന്നിട്ട് 169 എ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് മെത്തേഡ്. ചെയ്തോളൂ. സോൾവ് ചെയ്യൂ കേട്ടോ. സോൾവ് ചെയ്യൂ. ഈക്വലൈസ് ചെയ്യണം, അറിയാലോ സോൾവ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കണം. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റിനെ അല്ലെങ്കിൽ സെക്കൻഡിനെ കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ y ഒരുപോലെ ഉണ്ടാവും. സെക്കൻഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24x മൈനസ് 3y മൈനസ് 3. തേർഡ് ഇക്വേഷൻ രണ്ടുകൂടെ ആഡ് ചെയ്താണ്. 1ന്റെ കൂടെ 3 ആഡ് ചെയ്യാം, 1ന്റെ കൂടെ 3 ആഡ് ചെയ്യാം. അറിയാലോ അല്ലെ നിങ്ങൾക്ക്? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ രണ്ടുകൂടെ ആഡിങ് ആണ് മെത്തേഡ്. രണ്ടുകൂടെ ആഡ് ചെയ്തോളൂ. ഫസ്റ്റ് ഇക്വേഷന്റെ കൂടെ 3 ആഡ് ചെയ്യാം, 1 + 3. ഫസ്റ്റ് ഇക്വേഷന്റെ കൂടെ 3 ആഡ് ചെയ്യാം, 1 + 3 gives 26x. 3y കട്ടായി -2. So x ന്റെ വാല്യൂ -2/2 -1/13 -1/13. ഇനി x ഒന്ന് കണ്ടുപിടിച്ചോളൂ. x കൂടെ കാണാം, x കൂടി കാണാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2x plus 3y is equal to 1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. So -2/13 plus 3y is equal to 1. 3y is equal to 1 plus 2/13. 1 plus 2/13. LCM എടുത്താൽ ഡയറക്റ്റ് ആയിട്ട് 3/13 എഴുതി വെക്കരുത്, ക്രോസ് ചെയ്യണം. 13 plus 2 15/13. 15/13. ഇതിൽ നിന്ന് y കാണണമെങ്കിൽ 15/13 ഈ 3 ഡിനോമിനേറ്ററിലേക്കാണ് വരിക. അപ്പുറത്ത് ഇൻഡു ആയി കിടക്കുന്നത് ഇവിടെ ബൈയിൽ വേണം വരിക. ഇത് ക്യാൻസൽ ചെയ്ത് പോയി 5 times. അപ്പൊ ആൻസർ 5/13. 5/13.
ഇനി നമ്മള് മെട്രിക്സ് എ എഴുതുക. മെട്രിക്സ് എ എഴുതുക. കുറച്ച് ലെങ്തി ആണ് പ്രോബ്ലം. എല്ലാം ലെങ്തി ആവണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരിക്കും. നമ്മളൊരു ലോജിക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് ഇപ്പൊ 120 ക്വസ്റ്റ്യനിലും എല്ലാം സിമ്പിൾ വേഗം ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ചിലത് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പൊ നമ്മളൊരു ലോജിക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ലെസ്സർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ എണ്ണം കൂടി 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 കിട്ടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് വന്നാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് അത് ഒരു ഫെമിലിയാരിറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോയാൽ നമ്മുടെ ഒരുപാട് സമയം പോകും. അതേ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറെയുള്ള എളുപ്പമുള്ള 2-3 ക്വസ്റ്റ്യൻ ആ സമയം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കാൽക്കുലേഷൻസ് ഒരുപാടുള്ളത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ അറിയുന്നതായതുകൊണ്ട് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 2.5 മിനിറ്റ് വെച്ചിട്ടാണ് തരുന്നത്. ആ 2.5 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം കൂടി നമ്മൾ അതിന് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊരു ലോജിക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ളത് മാറ്റി വെക്കാം. വീഡിയോ ക്ലിയർ ആവണില്ലേ? വേറായിരുന്നു മോളെ, അതെന്ത് പറ്റി? വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ? വീഡിയോ മോൾക്ക് ഇതാണോ കാണാത്തത്? ബോർഡാണോ കാണാത്തത്? അതോ എന്നെയാണോ കാണാത്തത്? ബോർഡാണോ മോളു? ബോർഡാണോ? 1906 വിവോ ആരാ? ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നോക്കൂ, ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടോ നോക്കിയ മോളെ? മോളാണോ മോനാണോ എനിക്ക് അറിയണില്ല. 1906 ക്ലിയർ ആവണുണ്ടോ? ബോർഡാണോ പ്രശ്നം? ആ അപ്പൊ ശരി, എക്സും വൈ ഒന്ന് കണ്ടുപിടിച്ചോളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും എക്സും വൈ ഒന്ന് കണ്ടിട്ട് മെട്രിക്സ് ചെയ്തു. അപ്പൊ എന്ന് പറയുന്നത് A is, substitute ചെയ്യൂ, A is matrix four by 13, 5 by 13, then minus 3 by 13, minus 7 by 13. X plus y, y 3x 2x minus y. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എയുടെ വാല്യൂ 4 by 13, എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 4 by 13, y മാത്രം എടുക്കുമ്പോൾ 5 by 13, 3x എടുക്കുമ്പോൾ minus 3 by 13, 2x minus y ചെയ്യുമ്പോൾ minus 7 by 13, minus 7 by 13. ഇനി നമ്മൾ a സ്ക്വയർ കണ്ടുപിടിക്കണം. a സ്ക്വയർ this into this തന്നെ ചെയ്യും. a സ്ക്വയർ ഇത് into ഇത് തന്നെ ചെയ്യും. എഴുതിയതിനു ശേഷം a സ്ക്വയർ കാണാം. So it is again 4 by 13, 5 by 13, minus 3 by 13, then minus 7 by 13. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്ത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കേട്ടോ. 16 minus 15 by 169. Next 20 minus 35 by 169. Next minus 12 plus 21 by 169.
നെക്സ്റ്റ് -15 plus 49 by 169. ഇനി ചെയ്യാൻ പറഞ്ഞത് 169a² ആണ്. അപ്പൊ ഇതിനെ പുറത്തൊരു 169 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 169a² ആണ്. അപ്പൊ അത് പുറത്ത് 169 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. വിവോ നോക്കിക്കോളൂ. ബോർഡ് ക്ലിയർ ആണോ നോക്കൂ. ബോർഡ് ക്ലിയർ ആണോ നോക്കൂ. ആ 169 കോമൺ ആയിട്ട് കട്ട് ചെയ്ത് പോട്ടോ. ബാക്കി കിട്ടിയോ? 169 കോമൺ ആയിട്ട് കട്ട് ചെയ്ത് പോയോ? അപ്പൊ വരുന്നത് 1. ഇതെല്ലാത്തിനും ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസർ 1 -5 9 34. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാന്ന് ചെക്ക് ചെയ്യും. 1 - 5 9 34. 1 - 5 9 34. ഓക്കെ ആണോ? മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എങ്ങനെയുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആയോ? യെസ്. വീഡിയോ കുറച്ചുകൂടെ ക്ലിയർ ആയി തോന്നുന്നുണ്ട്. കുറച്ച് വെളിച്ചം വരുന്നത് ഞാൻ കുറച്ച് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആ ശരി. വിവോ 1906 വീഡിയോ ക്ലിയർ ആയോ? മോനാണോ മോളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബിനിയ ഓക്കെ. ഫൈബ് ജോയല് ക്ലിയർ ആയി തുടങ്ങിയതോ ഓഡിയോ? ശരി. അപ്പൊ ഓക്കെ, നെക്സ്റ്റിലേക്ക് കയറാം. സ്നേഹ. യെസ്, സ്നേഹയ്ക്ക് ക്ലിക്ക് ആയി. ശ്രേയ എന്തായി? കിട്ടിയാ? യെസ്. അശ്വിൻ മനസ്സിലായോ മോനെ? ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? ആ ശ്രേയക്കുട്ടി അവിടെ ഉണ്ടല്ലോ അല്ലെ? യെസ്. ശരി.
Next question. 20 minus 35. അതെവിടെ 20 minus 35 minus 5. 35 ആണല്ലോ അല്ലേ? ശരി. ഞാൻ 25 ആണ്. ഓക്കെ മോനെ. -15. ശരി. 20 minus 35 is -15. So 1 minus 15. പിന്നെ 9 then 34. ശരി. ബെന്നി, എഡ്വിൻ ബെന്നി. യെസ്, താങ്ക് യു. ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വല്ല കമന്റ്സ് വരണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാം. ശരി, എന്തായാലും ഓക്കെ. കാൽക്കുലേഷൻ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യൂ കേട്ടോ. സോ ഓക്കെ, റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വായിച്ചിട്ട് മനസ്സിലാവണം നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, read it first. If A is equal to alpha minus beta, gamma minus alpha, a square 0 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫൈൻഡ് a സ്ക്വയർ. അതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. a into a ചെയ്തിട്ട് a സ്ക്വയർ കണ്ടുപിടിക്കും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അത് ചെയ്തു നോക്കൂ. a into a സ്ക്വയർ കാണാം ഫസ്റ്റില്. ഫസ്റ്റ് ഫൈൻഡ് a സ്ക്വയർ. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു മെട്രിക്സ് 0 ഈക്വൽ ആകണമെങ്കിൽ ഓരോ എലമെന്റും ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കും. ഒരൊറ്റൊന്ന് എടുത്താൽ മതി കേട്ടോ. സോ A is alpha minus beta, gamma minus alpha. അപ്പൊ A സ്ക്വയർ എന്ന് പറയുമ്പോ ദിസ് ഇൻടു സെയിം തന്നെ വരും. ഇത് 0 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ. ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഒറ്റ കണ്ടീഷൻ എടുത്താൽ മതി. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ എലമെന്റ്. അത് 0 ഈക്വൽ ആണ്. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ ഗാമ. ഇനി നിങ്ങൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. ഇത്രയാണ് നമുക്ക് കിട്ടിയ കണ്ടീഷൻ. ഇനി ഓപ്ഷൻസ് നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാ? അതിൽ GP ആണ് കണ്ടീഷൻ തന്നിരിക്കുന്നത് അല്ലെ? എന്താ 3 നമ്പേഴ്സ് GP-ലാകാനുള്ള കണ്ടീഷൻ എന്നറിയോ? നിങ്ങൾ 11th പഠിച്ചതാ. ഇതാ ABC GP-ലാവണമെങ്കിൽ ABC in GP എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ. ഇഫ് മിഡിലിന്റെ സ്ക്വയർ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീംസ് ആണ്. മിഡിലിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ B സ്ക്വയർ ഈക്വൽ ടു A into C വരണം. മനസ്സിലായോ? ഇതാണ് 3 നമ്പേഴ്സ് GP-ലാകാനുള്ള കണ്ടീഷൻ. അപ്പൊ ഇവിടെ നോക്കാം. അപ്പൊ ഇതാണ് മിഡിലിൽ വരേണ്ടത്. അറ്റത്ത് ഇവര് രണ്ടുപേരും കിടക്കണം അല്ലേ? എങ്കിലേ കണ്ടീഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോ ബീറ്റ ഓർഡർ മാറ്റി എഴുതിയാൽ തെറ്റും. ബീറ്റ ആൽഫ ഗാമ ആർ ഇൻ GP. അതാണ് ഓപ്ഷൻ. ബീറ്റ ആൽഫ ഗാമ ആർ ഇൻ GP. ഓപ്ഷൻ ഏതാ നോക്കിട്ടേ. ബീറ്റ ആൽഫ ഗാമ ആർ ഇൻ GP. ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. A ആണെന്ന് തോന്നുന്നു. നോക്കിക്കോളൂ. ഓക്കെ ആണല്ലോ അല്ലെ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതാ പറഞ്ഞ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വരണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പൊ ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. Third question. Determinant A and determinant B not equal to 0. A raised to n
is equal to identity matrix ആണ്. അപ്പൊ എയുടെ എന്ത് പവർ എടുത്താലും അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് b a raised to n minus 1 b inverse minus b a inverse b inverse ന്റെ വാല്യൂ കാണും. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ a raised to n is equal to I എന്ന് തന്നിട്ടുണ്ട്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. a raised to n is equal to I ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നോക്കുക. b a raised to n minus 1 b inverse ആദ്യത്തെ ടേം മാത്രം ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. b a raised to n minus 1. അപ്പൊ a raised to n minus 1 ന്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഈ a raised to n നെ നമുക്ക് a into a raised to n minus 1 എന്ന് മാറ്റി എഴുതാം. ശരിയല്ലേ? a നെ a raised to n minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ a raised to n കറക്റ്റ് ആണ്. അറിയാലോ? ഇപ്പൊ 2 raised to 3 എന്നുള്ളത് 2 into 2 square എന്ന് എഴുതുന്നത് അതേപോലെ തന്നെ a raised to n നെ നമ്മൾ a into a raised to n minus 1 ആക്കി മാറ്റാം. So that is equal to I ആണ്. ഇതിൽ നിന്നും a raised to n minus 1 ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. is equal to I by a ആണ്. ഈ a ഇപ്പുറത്തേക്ക് വരും. നമുക്കറിയാം മെട്രിക്സിൽ ബൈ ഫോം ഇല്ല. 1 by a ഇൻവേഴ്സ് ആണ്. I by a ഇൻവേഴ്സ് ആണ്. പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 by 2 എന്ന് പറഞ്ഞാൽ 2 raised to minus 1. അത് നമ്പേഴ്സിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ I by a എന്ന് പറഞ്ഞാൽ that is same as a ഇൻവേഴ്സ് ആയിട്ട് മാറും. I by a is equal to a inverse. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. b a raised to n minus 1 ന്റെ പകരം a inverse കൊടുക്കുക. b inverse minus രണ്ടാമത്തെ ടേമിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. b a inverse b inverse ആയിട്ട് മാറും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഇത് കണ്ടോ? ഇത് വിധം സെയിം ടേം ആണ്. b b a inverse b inverse b inverse രണ്ടും ഒരുപോലത്തെ ടേം ആണ്. അപ്പൊ ഒരു ടേമിൽ നിന്നും അതേ ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. So 0 is the answer. 0 ആണ് ആൻസർ. 0 ആണ് ആൻസർ. യെസ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ പക്ക പക്ക അല്ലേ? ശരിയാണല്ലോ അല്ലേ? സംഗീത, യെസ്. അലക്സ്, അഖിൽ ക്ലിയർ ആയില്ല അല്ലേ? അപ്പൊ ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. ABC is equal to P. Matrix A is equal to ABC, CAB, BCA. A transpose is equal to I. Then ABC are the roots of. എന്തായാലും 3 നമ്പേഴ്സ് ഉള്ളത് കാരണം ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. മസ്റ്റ് ആയിട്ടും ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോ ക്യൂബിക് ഇക്വേഷന് നമുക്ക് ക്യൂബിക് ഇക്വേഷൻ കാണണമെങ്കിലുള്ള ഫോർമുല ഒന്ന് ആലോചിച്ചോളൂ. എന്തായിരുന്നു? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ x സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട്സ് ഇൻടു x പ്ലസ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർമുല. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. എഴുതിക്കോളൂ, അതാണ് നമുക്ക് നല്ലത്. ഒന്ന് എഴുതിക്കോളൂ. എഴുതു. If ABC are the 3 roots of an equation, A, B, C, all small letters are. If ABC are
the three roots of an equation, then the corresponding equation is question ഒന്ന് ഞാൻ നോക്കട്ടെ ട്ടോ, ഒരു ചെറിയ സംശയമുണ്ട്. ഒറ്റ മിനിറ്റ് കേട്ടോ. corresponding equation is the option say fourth question ന്റെ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. ഓപ്ഷൻസ് എഴുതിക്കോളൂ. x cube പ്ലസ് ഫോർമുലയാണ് കേട്ടോ. x cube പ്ലസ് അല്ല, ഫസ്റ്റ് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് a plus b plus c into x square plus ab plus bc plus ca into x. ഓർത്തിരിക്കാൻ ഇതാണ് എളുപ്പം. പ്ലസ് മൈനസ് പ്ലസ് പിന്നെ മൈനസ് abc is equal to 0. ബോക്സിലിട്ട് വെച്ചോളൂ. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. ഒന്ന് ബോക്സിലിട്ട് വെക്കൂ കേട്ടോ. എക്സ് ക്യൂബ് ആദ്യത്തെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്, അതാണ് റൂൾ. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ഓഫ് a plus b plus c into x square plus ab plus bc plus ca into x minus abc is equal to 0. എന്ത് കാണാനുള്ള ഫോർമുല ആയിരുന്നു? 3 റൂട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ്. 3 റൂട്ട്സ് അറിയാമെങ്കിൽ അതിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ എബിസിയുടെ വാല്യൂ അറിയാം. എബിസി അത് മാത്രം അറിയാം കേട്ടോ. ഇനി ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പൊ അത് കണ്ടുപിടിക്കാം. ഇത് കാണാൻ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ നോക്കിക്കോളൂ. എ ട്രാൻസ്പോസ് ഈസ് ഐ എന്ന് തന്നിട്ടുണ്ട്. എ ട്രാൻസ്പോസ് എടുക്കും. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആണ്. എ ട്രാൻസ്പോസ് എത്തുന്ന ചെയ്തു കണ്ടുപിടിക്കും. ഒരു റിലേഷൻ കിട്ടും. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കണ്ടോളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. മെട്രിക്സ് എ ബി സി സി എ ബി ബി സി എ ഇൻറ്റു അതേ മെട്രിക്സ് തന്നെ കൊടുക്കുക. എ ബി സി സി എ ബി ബി സി എ. ഇനി അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തോളൂ. എടുക്കും. 2 എലമെന്റ് എങ്കിലും കാണാം കേട്ടോ. ഇത് ഐക്ക് ഈക്വൽ എന്ന് പറയുമ്പോ ദിസ് ഇസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1 ഈക്വൽ ആണ്. അത്രയും കൂടെ എഴുതി വയ്ക്കും. എന്നിട്ടൊരു 2 റിലേഷൻ കണ്ടുപിടിച്ചോളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്തോളൂ. രണ്ടാമത്തെ ട്രാൻസ്പോസ് ആണ് അല്ലെ. സോറി, എ ഇൻറ്റു എ അല്ല, എ സ്ക്വയർ അല്ല, എ ട്രാൻസ്പോസ് ആണ്. സോറി ട്ടോ, ട്രാൻസ്പോസ് ചെയ്തിട്ട് ഇത് ഇൻറ്റു ട്രാൻസ്പോസ് ചെയ്യൂ. ഇതിനെ എ സി ബി, ബി എ സി, സി ബി എ ആണ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ്.
ഇനി മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അതാണ് ഫസ്റ്റ് എലമെന്റ്. ട്രാൻസ്പോസ് ആണ്. സോറി മോനെ അലക്സ്, ഞാൻ എ സ്ക്വയർ പെട്ടു. ഓക്കെ മോനെ ആദിത്യ, ശരി. ഇതേ ട്രാൻസ്പോസ് ആണ്, ഞാൻ പെട്ടെന്ന് എ സ്ക്വയർ എന്ന് വിചാരിച്ചു. ശരി, ഓക്കെ, കറക്റ്റ് ആണ്. ഇനി രണ്ടാം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എടുക്കും. അപ്പൊ എ സി പ്ലസ് എ ബി പ്ലസ് സി ബി, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, തേർഡ് എലമെന്റ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോ ചെയ്യേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഇക്വേറ്റ് ചെയ്യൂ കേട്ടോ. ആൻഡ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇസ് ഈക്വൽ ടു 1 കിട്ടും. എ ബി AC plus AB plus CA is equal to 1. ഈ രണ്ട് റിലേഷൻ അവിടെ വെക്കാം. രണ്ട് റിലേഷൻ ട്ടോ. A square plus B square plus C square is equal to 1 ഉം AC plus AB plus CB is equal to 0 ഉം. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് 1 ന് ഈക്വൽ, ഇത് 0 ന് ഈക്വൽ. ശരി, ഇതിൽ നിന്നും a plus b plus c the whole square കണ്ടുപിടിക്കാം. a plus b plus c the whole square ന്റെ ഫോർമുല എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഫോർമുലയിൽ നിങ്ങൾക്ക് x ക്യൂബ് മൈനസ് a plus b plus c into x ഉം വേണം, ab plus bc plus ca അതും വേണം. ആ രണ്ട് വാല്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അടുത്തത് a plus b plus c the whole square എടുത്തിട്ട് ഫോർമുല കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. Now a plus b plus c the whole square നമ്മൾ പഠിച്ച ഫോർമുലയാണ്, 3 ആണ്, 8th law ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. This is equal to, ഇതാണ് ഫോർമുല. എന്തായിരുന്നു? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇതാണ് ഫോർമുല. ഓക്കെ അല്ലേ? പക്ഷെ ഇതിന്റെ വാല്യൂ 0 എന്നറിയാം, കണ്ടോ? എ ബി പ്ലസ് സി എ 0 ആണ്. അപ്പൊ ഇതിന് പകരം 0 കൊടുക്കാം. സോ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. കാരണം ദിസ് ഇസ് 0. ഇതിന്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. സോ ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു 1 is equal to 1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോ അതിൽ നിന്ന് a പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ അപ്പുറത്ത് സ്ക്വയർ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്പറിന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് സൈൻ പറയണം. അപ്പോ a പ്ലസ് ബി പ്ലസ് സി ഇസ് പ്ലസ് ഓർ മൈനസ് 1. a പ്ലസ് ബി പ്ലസ് സി ഇസ് പ്ലസ് ഓർ മൈനസ് 1. ഇനി നമ്മുടെ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കാം. എക്സ് ക്യൂബ് മൈനസ്, പിന്നെ പ്ലസ് ഓർ മൈനസ് ഇടുമ്പോ ഈ മൈനസിന്റെ ആവശ്യമില്ല, അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുത്താൽ മതി. എക്സ് ക്യൂബ് പ്ലസ് ഓർ മൈനസ് എക്സ് സ്ക്വയർ, പിന്നത്തെ ടേം 0 ആണ്, മൈനസ് p is equal to 0. So the answer is x cube plus or minus x square minus p is equal to 0. X cube plus or minus x square minus p is equal to 0. ഓപ്ഷൻ ഏതാ നോക്കിയിട്ട് മാർക്ക് ചെയ്യൂ. കുറച്ച് ഐഡന്റിറ്റീസ് കയറി വരുന്ന ഒരു ഫോർമുലയാണ്, അല്ല ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ആ ഐഡന്റിറ്റി അറിയാത്തത് സൈഡിലൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അറിയുന്നുണ്ടാവുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ CBSE-യിലുള്ള ഫോർമുലയാണ്. ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതൂടെ ഒന്ന് ബോക്സിലാക്കിയിട്ട് എഴുതിക്കോളൂ. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതൊന്ന് ബോക്സിൽ ഇട്ടോളൂ. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac ആണ്. അതിൽ നിന്ന് 2 കോമൺ എടുത്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. So it is a square, അതൊന്നും ബോക്സിൽ ആ കൂട്ടാം. a plus b plus c the whole square is equal to a square plus b square plus c square plus 2 into ab plus bc plus ca അല്ലെങ്കിൽ ac. Okay. അപ്പൊ ശരി, നെക്സ്റ്റ് വൺ, 5th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾ ആ ഒബ്ജക്റ്റീവ് ആയിട്ട് കംഫർട്ടബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. ശരി, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. PMQR matrix of order 3/3. ക്വസ്റ്റ്യൻ വായിക്കൂ കേട്ടോ. P not equal to Q ആണ്, പക്ഷെ P ക്യൂബ് Q ക്യൂബിന് ഈക്വൽ ആണ്, P സ്ക്വയർ Q സ്ക്വയർ P ക്കും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഏതാണ് കറക്റ്റ്, പി ആൻഡ് ക്യൂല് ഏതാണ് കറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കണം. അപ്പൊ തന്നിട്ടുള്ളത് 2 ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. ആദ്യത്തെയും രണ്ടാമത്തെ ഇക്വേഷൻസ് താഴെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 2 നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഈക്വൽ ആകണമെങ്കിൽ ദാറ്റ് 2 നമ്പർ ഈക്വൽ ആകണം. പി ക്യൂബ് Q ക്യൂബിന് ഈക്വൽ ആകണമെങ്കിൽ P is equal to Q ആണ് കണ്ടീഷൻ. ഇതാർക്കാണ്, ആർക്കാ ക്വസ്റ്റ്യൻ ഇല്ലാത്തത്? ക്വസ്റ്റ്യൻ ഇല്ലേ? ആർക്കാ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒന്ന് നെയിം ചെയ്യൂ കേട്ടാ. മോന്റെ പേരൊന്ന് തന്നെ ഞാൻ അയച്ചു തരാം. ആർക്കാ, മോനാണോ മോളാണോ? ആർക്കാ ക്വസ്റ്റ്യൻ ഇല്ലാത്ത വെച്ചാൽ നെയിം ചെയ്യൂ ആർക്കാ ഇല്ലാത്തതെന്നുള്ളത്. യെസ്, now read the next question. ആൻഡ്രോസ്. Yes. Question number 5. P cube is equal to Q cube. First equation. ഒന്ന് നോട്ട് ചെയ്തോളൂ. P cube is equal to Q cube. Equation number 1. Next, P square cube is equal to Q square P. രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ടും സെയിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പിയുടെ സ്ഥാനത്ത് Q ആണ്, ക്യൂവിന്റെ സ്ഥാനത്ത് P ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആകണമായിരുന്നു, പക്ഷെ അതല്ല എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഈ 2 ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ എന്താ കിട്ടുന്നത്? ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. 1ൽ നിന്ന് 2 ഒന്ന് മൈനസ് ചെയ്യൂ.
കറസ്പോണ്ടിങ് സൈഡ്സ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. പി ക്യൂബ് മൈനസ് പി സ്ക്വയർ ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ക്യൂ ക്യൂബ് മൈനസ് ക്യൂ സ്ക്വയർ പി. ഇനി ഇവിടുന്ന് കോമൺ പുറത്തെടുക്കും. കോമൺ പുറത്തെടുക്കുക. പി ക്യൂബിലും പി സ്ക്വയറിലും കോമൺ പി സ്ക്വയർ ഇൻറ്റു പി മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് ക്യൂ സ്ക്വയർ പുറത്തെടുക്കുക. അപ്പൊ ബാക്കി ക്യൂ മൈനസ് പി. ഇനി എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പി സ്ക്വയർ ഇൻറ്റു പി മൈനസ് ക്യൂബ് മൈനസ് ക്യൂ സ്ക്വയർ ഇൻറ്റു ക്യൂ മൈനസ് പി ഈക്വൽ ടു 0. നമുക്ക് ഈ രണ്ട് ബ്രാക്കറ്റും ഒരുപോലെ ആക്കണമെങ്കിൽ ഇവിടെ പി പ്ലസ് ആണ്, ഇവിടെ പി മൈനസ് ആണ്, ഇവിടെ ക്യൂ മൈനസ് ആണ്, ഇവിടെ ക്യൂ പ്ലസ് ആണ്. അപ്പൊ അത് രണ്ടും ഒരുപോലെ ആക്കണമെങ്കിൽ ഈ നെഗറ്റീവ് സൈൻ അകത്തോട്ട് എടുത്താൽ മതി. സോ അകത്തേക്ക് എടുക്കുക. അപ്പൊ പി സ്ക്വയർ പി മൈനസ് ക്യൂബ് നെഗറ്റീവ് അകത്തെടുക്കുമ്പോ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. നെഗറ്റീവ് അകത്തെടുക്കുന്നതിന്റെ റീസൺ ബ്രാക്കറ്റ് രണ്ടും ഒരുപോലെ ആക്കാൻ. ക്യൂ സ്ക്വയർ ഇൻറ്റു, അപ്പൊ ഇതിന്റെ സൈൻ മാറണം. അപ്പൊ അതും പി മൈനസ് ക്യൂ ആകും. ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യില്ലേ, അതുപോലെ പി മൈനസ് ക്യൂ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. രണ്ടിലും കോമൺ ആയിട്ട് പി മൈനസ് ക്യൂ ഉണ്ട്, അത് ഔട്ട്സൈഡ് എടുക്കുക. രണ്ടിലും കോമൺ ആയിട്ട് പി മൈനസ് ക്യൂ ഉണ്ട്, അത് ഔട്ട്സൈഡ് എടുക്കുക. സോ പി മൈനസ് ക്യൂ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ശ്രേയ വീഡിയോ ഓഫ് ചെയ്യും. ബാക്കി ഇവിടെ പി സ്ക്വയർ, ഇവിടെ ബാക്കി പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ രണ്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ either the first one 0 or the second one 0. രണ്ടെണ്ണം, രണ്ട് പ്രോഡക്റ്റ് 0, എ ബി 0 ആകാനുള്ള കണ്ടീഷൻ either A 0 or B 0. അപ്പൊ നമ്മൾ ഇവിടെ P not equal to Q എന്ന് തന്നിട്ടുണ്ട്. അപ്പോ P minus Q 0 ആകാൻ വഴിയില്ല, കാരണം P is not equal to Q. അതിനു വേണ്ടിയിട്ടാണ് ആ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. So the only possibility is P square plus Q square is equal to 0. ഇതാണ് കറക്റ്റ് ആൻസർ. P square plus Q square is equal to 0. ഏത് ഓപ്ഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യും. സി ആണെന്ന് തോന്നുന്നു കേട്ടോ. സി is the option. P square plus Q square is equal to 0. അതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ അല്ലേ? മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒബ്ജക്റ്റീവിൽ വരുമ്പോ കുറച്ച് നമ്മൾ ചെയ്യാത്ത പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. ഇന്നിരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അടുത്ത ക്ലാസ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ അടിച്ചു പൊളിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു ട്രാക്കിലേക്ക് വീടാൻ കുറച്ച് താമസമുണ്ട്. ഇതുവരെ നമ്മൾ ഒബ്ജക്റ്റീവ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സാരമില്ല, ഒന്നോ രണ്ടോ ടോപ്പിക് അങ്ങോട്ട് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആണ് മറ്റേതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം മറ്റേതുപോലെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് വേഗം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും. ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഇതെന്താ, അത് ആദ്യം എല്ലാവർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്, അങ്ങനെ കുറെ നമ്മളിപ്പോ സാധാരണ മെട്രിക്സ് അങ്ങനെ വരുമ്പോ ഇങ്ങനെയൊന്നും ആലോചിക്കണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കാം. സാരില്ല, 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിച്ചു പോയത്. അപ്പൊ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പ്രാക്ടീസ് ആണ്. റെഗുലർ നമ്മള് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ തിരിച്ചും മറിച്ചും ആദ്യം നോട്ട്ബുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഡൗട്ട് വരുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് നോട്ട്ബുക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് തന്നെ ചെയ്യാം. പിന്നെയും ഇത് ഒന്നുകൂടി ചെയ്യുക തന്നെ ഇരുന്നിട്ട്. അത് ടൈം വെച്ചിട്ട് ചെയ്യാം. ടൈം മാനേജ്മെന്റ്, അതായത് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റണം എന്നൊരു ഇത് വെച്ചിട്ട് ടൈം വെച്ച്. അപ്പൊ ആദ്യത്തെ ദിവസം ചിലപ്പോ ഈ 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ചിലപ്പോ 1-1.5 മണിക്കൂറൊക്കെ എടുക്കും. അത് പിന്നത്തെ ദിവസം ആകുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞിരിക്കണം. ആദ്യം ചെയ്തതിനേക്കാളും 5 മിനിറ്റ് എങ്കിലും രണ്ടാമത്തെ ദിവസം കുറവുണ്ടാവണം. അപ്പോഴേ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ആയിട്ടുള്ളൂ. പിന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരേ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഡയറക്ട്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡയറക്ട്ലി നിങ്ങൾക്ക് കണ്ട് ഫെമിലിയർ ആവും. അങ്ങനെയാണ് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഗുണം. മനസ്സിലായില്ലേ? അതാണ് റിപ്പീറ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് കണ്ട് ചെയ്ത് അറിവുണ്ടാവും, ഓർമ്മയുണ്ടാവും. അപ്പൊ നമുക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അത്രയും സമയം നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ചും മറിച്ചും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കൂടാതെ എവിടുന്നെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറെ എണ്ണമാവും. അപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ കുറെ അത്യാവശ്യം നല്ലവണ്ണം ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കിട്ടും. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകാനുള്ള ടൈം ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ പതുക്കെ ഇത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതായത് ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ ആകുമ്പോഴേക്കും ഒരു ലെവലില്, ഇപ്പൊ എന്തായാലും നമ്മൾ 30 ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാൻ പറ്റില്ല. സമയം നമുക്ക് ഇന്ന് കുറച്ചേ ഉള്ളൂ. അത് ആദ്യം നമ്മൾ കുറച്ചൊരു ഇൻട്രഡക്ഷൻ തന്നതൊക്കെ കാരണം കുറച്ച് സമയം പോയിട്ടുണ്ട്. സാരില്ല. അപ്പൊ നമുക്ക് നാളത്തെ കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് പഠിക്കേണ്ടത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. അതുകൊണ്ട് ഇത് വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് പുതിയതിലേക്ക് കയറാം കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, റിലാക്സ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P is matrix 1 alpha 3 1 3 3 2 4 4 is the adjoint of a 3x3 matrix A and determinant A is 4, then alpha is. ഈ തന്നിരിക്കുന്ന P എന്ന് പറയുന്നത് A യുടെ adjoint matrix ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് A 4 തന്നിട്ടുണ്ട്. Determinant A is 4. അപ്പൊ ചെയ്തോളൂ. P is the adjoint of a 3x3 matrix A and determinant A is 4. Then ആൽഫയുടെ വാല്യൂ കാണാം. ആദ്യം ഡിറ്റർമിനന്റ് P ഒന്ന് കണ്ടുപിടിക്കൂ കേട്ടോ. ഡിറ്റർമിനന്റ് P എന്താ നോക്കൂ. That is equal to adjoint A ആണ്. ഡിറ്റർമിനന്റ് P കാണാം. P adjoint A ആണെങ്കിൽ ഡിറ്റർമിനന്റ് P എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് adjoint A ആണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് P is equal to, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യൂ കേട്ടോ, is equal to adjoint A ആണ്. adjoint A ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് P എന്താന്നുള്ളത് എഴുതും. is equal to ഡിറ്റർമിനന്റ് adjoint A ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? P ഇതാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനന്റ് എടുത്താൽ ഇവിടെ ഡിറ്റർമിനന്റ് വരും. ഇനി ഡിറ്റർമിനന്റ് adjoint A നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ഡിറ്റർമിനന്റ് A raised to n-1. ഇത് നമ്മള് 12th ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമുലയാണ്. അറിയില്ലെങ്കിൽ ബോക്സിൽ വന്നിട്ടോളൂ. ഡിറ്റർമിനന്റ് adjoint A is equal to determinant A raised to n-1. Determinant A raised to n-1. എന്താ? ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണ്. ഇവിടെ ഓർഡർ തന്നിട്ടുണ്ട് 3/3 ആണ്. 3/3. അപ്പൊ ഇത് വരുന്നത് ഡിറ്റർമിനന്റ് A raised to 3-1. That is determinant A square ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? പക്ഷെ ഡിറ്റർമിനന്റ് A ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനന്റ് P is equal to 16 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് P is equal to 4 സ്ക്വയർ 16 ആണ്. ഇനി ഡിറ്റർമിനന്റ് P കണ്ടുപിടിച്ചിട്ട് 16 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ ആൽഫയുടെ വാല്യൂ കിട്ടും.
ഡിറ്റർമിനന്റ് പി കണ്ടുപിടിക്കും കേട്ടോ. ഡിറ്റർമിനന്റ് പി ഇസ് 16 ആണ്. So determinant P is expand ചെയ്യൂ 1 into 12 minus 12. ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോളൂ. മൈനസ് ആൽഫ ഇൻറ്റു 4 minus 6 പ്ലസ് 3 ഇൻറ്റു 4 minus 6. ഇത് 0 ആയി, ഇത് 2 ആൽഫ ആയി, അവിടെ മൈനസ് 6 ആയി അല്ലെ, മൈനസ് 3 മൈനസ് 2 അതന്നെ മൈനസ് 6 ആയി. അപ്പൊ 2 ആൽഫ മൈനസ് 6 ഇത് 16 ഈക്വൽ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 16. സോൾവ് ചെയ്തിട്ട് ആൽഫ കാണും. 2 alpha is 16 plus 6 22. 2 alpha is 22. So alpha is 22 by 2 11 answer. 22 by 2 11 answer. Option ഏതാ നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഹലോ അതെങ്ങനെ ഷെയർ ചെയ്യണം അല്ലേ? ആയിക്കോട്ടെ. മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തൊട്ട് സാറ് ഷെയർ ചെയ്യും അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 7 ആയി. ഇപ്പൊ 7 ആയി. ശരി. അപ്പൊ ഓക്കെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുറച്ചു പേർക്ക് ക്വസ്റ്റ്യൻ ഇല്ല അല്ലേ? അപ്പൊ അടുത്ത ഒന്ന് നോക്കിക്കോളൂ. Next is A is equal to matrix PQR. ക്വസ്റ്റ്യൻ ഇല്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. P Q R QRP RPQ
PQR is equal to 1. PQR is equal to 1. A transpose is equal to I. കാണേണ്ടത് PQ plus QQ plus R cube ന്റെ വാല്യൂ. PQ plus QQ plus R cube ന്റെ വാല്യൂ. ഇതാണ് കാണേണ്ടത്. ഇപ്പൊ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങേണ്ടതെന്ന് അറിയാം. A into A transpose is equal to I ൽ സ്റ്റാർട്ട് ചെയ്തോളൂ. A transpose is equal to I. അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യൂ. A transpose is equal to I ൽ സ്റ്റാർട്ട് ചെയ്യും. A transpose is equal to I ൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ചെയ്തു നോക്കൂ, കിട്ടും ട്ടോ. A transpose is equal to I. ചെയ്തു നോക്കൂ. A transpose is equal to I ൽ സ്റ്റാർട്ട് ചെയ്യും. സോ A ഇതാണ്, ട്രാൻസ്പോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. A transpose ഇത് ട്രാൻസ്പോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യൂ. സോ P Q R Q R P R P Q. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് R സ്ക്വയർ. അടുത്ത PQ പ്ലസ് QR പ്ലസ് PR. അത് നമുക്ക് വേണമെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സിഗ്മ PQ എന്ന് എഴുതാം. സിഗ്മ PQ എന്ന് പറഞ്ഞാല് സിഗ്മ PQ നമ്മൾ P മാറിയിട്ട് Q ആകും, Q മാറിയിട്ട് R ആകും, R മാറിയിട്ട് P ആകും. അത് എഴുതുന്നതിന് പകരം ഷോർട്ട് ചെയ്ത് എഴുതുന്ന ഫോം ആണ് കേട്ടോ, സമ്മേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഫുൾ എഴുതിക്കോളൂ, എനിക്ക് ഇതിൽ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് സിഗ്മ PQ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി PQ പ്ലസ് QR പ്ലസ് RP ആണ്. അതല്ലേ നോക്കിക്കോളൂ, ഇതാ PQ QR RP കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുമ്പോ ആദ്യത്തെ മാത്രം എഴുതിയാൽ മതി. സമ്മേഷൻ എഴുതുമ്പോ ഇതാ ഇത് PR ആണ് കണ്ടോ, അതിന്റെ ബാക്കി കണ്ടീഷൻസ് ആണ് അവിടെ വരിക. അപ്പൊ ഇത് സിഗ്മ PR ആണ്. സിഗ്മ PR. നിങ്ങൾക്ക് അത് കൺഫ്യൂസിംഗ് ആണെങ്കിൽ ഫുൾ എഴുതുക. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം PQ QR PR. അപ്പൊ അത് സിഗ്മ PQ ആണ്. സിഗ്മ PQ ആണ്. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം അത് നമ്മുടെ സ്ക്വയർ ടേംസ് ആണ്. Q സ്ക്വയർ പ്ലസ് P സ്ക്വയർ പ്ലസ് R സ്ക്വയർ. നെക്സ്റ്റ് എടുത്താല് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ സിഗ്മ QR. നെക്സ്റ്റ് ഇത് ചെയ്യുമ്പോൾ സിഗ്മ PR. നെക്സ്റ്റ് ചെയ്യുമ്പോൾ സിഗ്മ QR. ലാസ്റ്റ് ചെയ്യുമ്പോൾ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് R സ്ക്വയർ. ഇതാണ് 1 0 0 0 1 0 0 0 1 എന്നുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഈ കിട്ടിയ ആൻസർ. അത് ഐക്ക് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. ഇനി ഓരോന്നും ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റിന് ഈക്വൽ, സെക്കൻഡിന് ഈക്വൽ. രണ്ടെണ്ണം മതി, രണ്ടെണ്ണത്തിന് ആവശ്യമുള്ളൂ കേട്ടോ. ഫസ്റ്റിന് ഈക്വൽ. അപ്പൊ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 കിട്ടും. സിഗ്മ PQ ഇസ് ഈക്വൽ ടു 0 കിട്ടും. ആ രണ്ടെണ്ണം അവിടെ വെച്ചിട്ട് P പ്ലസ് Q പ്ലസ് R ദ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനില് നമ്മൾ അതിന്റെ എക്സ്പാൻഷൻ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഒന്ന് എഴുതിക്കോളൂ ട്ടാ. ഇവിടെ നിന്നും കിട്ടുന്ന രണ്ട് റിസൾട്ട് ഒന്ന് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് ഇസ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. പിന്നെ കിട്ടുന്നത് PQ പ്ലസ് QR പ്ലസ് RP ഇസ് ഈക്വൽ ടു 0. ഈ രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇത് PR എടുത്താലും PQ എടുത്താലും എല്ലാം സെയിം തന്നെ കേട്ടോ.
എന്തെടുത്താലും രണ്ട് രണ്ട് പ്രോഡക്റ്റ്. അപ്പൊ ഇത് 0 ആണ്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. Now find p plus q plus r the whole square. അത് ആദ്യം കണ്ടുപിടിക്കുക. p plus q plus r the whole square, a plus b plus c the whole square. നമ്മൾ എക്സ്പാൻഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ എഴുതിയ എക്സ്പാൻഷനിൽ ഇത്രയും വാല്യൂസ് കൊടുക്കുക. ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തിനാന്നുള്ളത് ഇപ്പൊ മനസ്സിലാകും. p plus q plus r the whole square. എന്താ ഫോർമുല എഴുതിയത് നോക്കൂ. p square plus q square plus r square plus 2 times pq plus qr plus rp ആണ്. നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുലയാണ്. ഇതിൽ നിന്ന് ഇതറിയാം 1 ആണ്, ഇതറിയാം 0 ആണ്. അപ്പോ p plus q plus r the whole square is equal to 1 plus 0, 1 വരും. സോ അതിൽ നിന്ന് p plus q plus r ന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1. 1 എടുത്താൽ മതി, 1 ഓപ്ഷൻ ഉള്ളൂ. ശരിക്കും പ്ലസ് ഓർ മൈനസ് 1 വരും, പ്ലസ് 1 മൈനസ് 1. ശരി, ഇനി നമുക്ക് കാണേണ്ടത് പി ക്യൂ പ്ലസ് ക്യൂ ക്യൂബ് പ്ലസ് ആർ ക്യൂബിന്റെ വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്യൂബ്സ് ആണ്. അപ്പൊ നമ്മള് പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് പ്ലസ് ആർ ക്യൂബിന്റെ ഫോർമുല എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ്, അറിയാത്ത ഫോർമുല ബോക്സ് ഇടണേ, ഇത് ബോക്സിലാക്കി പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് പ്ലസ് ആർ ക്യൂബ് മൈനസ് 3pqr, ലെഫ്റ്റ് സൈഡ് അതാണ്, ഈസ് ഈക്വൽ ടു ഫോർമുല p plus q plus r into p square plus q square plus r square minus pq minus qr minus rp. ഫോർമുലയാണ് ബോക്സ്, put it in a box. ഫോർമുല put it in a box. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. 3pqr, pqrന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദിസ് ഇസ് 1, ഇത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതും കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. അത്രേ ഉള്ളൂ ചെയ്യാം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. ഇത് ഫോർമുലയാണ്, ബൈ ഹാർട്ട് ബൈ ഹാർട്ട് ബൈ ഹാർട്ട്. അപ്പൊ ദിസ് ഇസ് പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് പ്ലസ് ആർ ക്യൂബ് മൈനസ് പി ക്യൂ ആർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ, 1 ആണ്. So 3 into 1 is equal to ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. p plus q plus r നമ്മൾ കണ്ടുപിടിച്ചതാ 1 ആണ്, ഇൻറ്റു p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് r സ്ക്വയർ, അത് നമ്മൾ കണ്ടുപിടിച്ചതാ 1 ആണ്, മൈനസ് ഇത് പുറത്തെടുത്താൽ pq plus qr plus rp, കാരണം ഈ 3 ടേംസിലും നെഗറ്റീവ് കോമൺ ആണ്. സോ നെഗറ്റീവ് പുറത്തെടുത്താൽ ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. അപ്പൊ റൈറ്റ് സൈഡ് വരുന്നത് 1 into 1 minus 0, that is equal to 1. 1 into 1 minus 0 is equal to 1 ആകും. ഇതിൽ നിന്ന് ഇത് മാത്രം കാണണമെങ്കിൽ -3 നെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ 1 plus 3 4 ആണ് ഫൈനൽ ആൻസർ. 4 ആണ് ഫൈനൽ ആൻസർ. Therefore p cube plus q cube plus r cube is equal to 1 plus 3 is equal to 4 answer. 1 plus 3 is equal to 4 answer. 1 plus 3 is equal to 4 answer. 4 ആണ് ഫൈനൽ ആൻസർ. കുറച്ച് പണിയാണ്, കാരണം നിങ്ങൾക്ക് അറിയാത്ത 2 ഫോർമുലാസിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. p plus q plus r the whole square ഉം
PQ plus QQ plus R ക്യൂബിന്റെയും 2 ഫോർമുലാസ് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് P plus Q plus R the whole square നേരത്തെ ഒരു പ്രാവശ്യം വന്നത് കൊണ്ട് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി അത് എളുപ്പമായിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരേ ഫോർമുല വന്നപ്പോ കുറച്ചുകൂടി അത് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഈ ആപ്ലിക്കേഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഫോർമുലാസ് പക്കയായിട്ട് മാറിക്കൊള്ളും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് 7 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 7 ക്വസ്റ്റ്യനും നല്ലവണ്ണം ക്ലിയർ ആക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പോരണം കേട്ടോ. അടുത്തതിൽ കുറച്ച് ട്രിഗ്നോമെട്രിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സൈനും കോസും ടാനും ഒക്കെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളായിട്ടൊന്ന് പോരുക കേട്ടോ. അപ്പൊ ഒന്നുകൂടെ നോക്കണേ, ചെയ്ത് നോക്കണം. ചെയ്ത് ഈ A plus B plus C the whole square പിന്നെ ഈ പറഞ്ഞ 2 ഫോർമുലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്തെടുക്കുക. അത് ക്യൂബിന്റെ പിന്നെയും വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ക്യൂബ് നമ്മൾ ഒട്ടും പഠിക്കാത്തത് കാരണം കുറച്ച് പാടാണ്. അതുകൊണ്ട് ആ 2 ഐഡന്റിറ്റീസും ഇന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് സ്റ്റാർ ഇട്ടതെല്ലാം ബാക്ക് പേജിൽ എഴുതാ, റിപ്പീറ്റ് ചെയ്ത് വായിക്കും. ഓക്കെ, അപ്പോ നമ്മള് അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഒബ്ജക്റ്റീവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട്. അത് കൺഫ്യൂസ്ഡ് ആവണ്ട, ശരിയാവും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും. അപ്പൊ പഠിക്കുക, നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ട് ഇതിപ്പോ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി ഒരു 1-2 ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാക്കി നാളെ വരെയുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂഷൻ നല്ലവണ്ണം പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും നാളെ കാണും അല്ലെ? അപ്പോഴേക്കും മിടുക്കന്മാരായിട്ട് വരണം കേട്ടോ. ആ 3 സ്ക്വയർ റിലേഷൻസ് പഠിക്കുക കേട്ടോ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ, 1 പ്ലസ് ടൈം സ്ക്വയർ, 1 പ്ലസ് കോട്ട് സ്ക്വയർ. നാളെ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് ഒരു ഡിലേ വന്നതാണ്. സാരില്ല, നിങ്ങൾ അത് ഒന്ന് കംഫർട്ടബിൾ ആവട്ടെ വെച്ചിട്ട് പതുക്കെ എടുത്തത് കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചിട്ട് പോന്നോളൂ. നാളെ നമ്മൾ വീണ്ടും കാണും. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ബേസോടുകൂടിയും പഠിച്ചിട്ട് എക്സാമിന് പോകും. ഓക്കെ, സോ അപ്പൊ എന്റെ എല്ലാ പാലക്കാടുകാർക്കും ഹൈ കേട്ടോ. നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളായിട്ട് നല്ല എനിക്ക് താങ്ക് യു എന്നെ പറഞ്ഞു ഓടിക്കാണല്ലേ. ശരി, അഖില് വൈബ് അതെന്താ സാധനം? കമ്പ്യൂട്ടറിന്റെ പേരാണ് അലക്സ്. ശരി മോനെ, അപ്പൊ എല്ലാവർക്കും ഒരു ഹൈ കേട്ടോ. എന്റെ പാലക്കാട് മിസ്സിങ് സ്റ്റെല്ല. ഓക്കെ മോളു, ബൈ. ശരി, താങ്ക് യു കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു കേട്ടോ. നാളെ കാണാം കേട്ടോ. ബൈ. ശരി, ടേക്ക് കെയർ. ശ്രദ്ധിച്ചിരിക്കാം, പുറത്തൊന്നും അലഞ്ഞു തിരിഞ്ഞു ഓടരുത്. കൊറോണ നല്ലോണം പാലക്കാട് ഉണ്ട്. ബി കെയർഫുൾ, ഹെൽത്ത് നല്ലോണം സൂക്ഷിക്കാം. ഓക്കെ, ശരി, ബൈ. ശരി, ഓക്കെ. ജോയൽ, സ്വീറ്റി, ഹൈ ബൈ കേട്ടോ. ഓക്കെ, ബൈ. Okay, bye.